നമസ്കാരം. സതീശൻ സർക്കാർ 5 വർഷം കൊണ്ട് ഈ നാട് ബി ജെ പിക്ക് തീരെഴുതി കൊടുക്കുമോ? ബി ജെ പി ഭയഭക്തി ബഹുമാനം മേനോൻ സർക്കാരിലെ മന്ത്രിമാർക്ക് ദിനം പ്രതി കൂടി വരുമ്പോൾ ഇടതുപക്ഷവും പിണറായി വിജയനും ഒരു വലിയ കരുതലായിരുന്നു എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് നന്നായി തന്നെ തോന്നുന്നുണ്ട്. 1 മാസം കൊണ്ട് സംഭവിച്ച ചിലതൊക്കെ പറയാതിരിക്കാൻ കഴിയില്ല. മോദി പ്രേമം വാരി വിതറുന്നതിൽ കോൺഗ്രസും ലീഗും അടിപിടി കൂടുകയാണ്, മത്സരിക്കുകയാണ്. കെ എം ഷാജി മന്ത്രിയുടെ മെഴുകിലാണ് എടുത്തു പറയേണ്ടത്. സത്യത്തിൽ കെ എം ഷാജി പ്രതിപക്ഷത്തിന്റെ ഒരു ഐശ്വര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. PMAY പദ്ധതിയിലാണെങ്കിലും PM ശ്രീ പദ്ധതിയിലാണെങ്കിലും ഇടത് സർക്കാരിന്റെ സംഘപരിവാർ വിരുദ്ധതയും കോൺഗ്രസ് ഇരട്ടത്താപ്പും ജനങ്ങളിൽ എത്തിക്കാൻ ഷാജി ഏട്ടൻ നന്നായി തന്നെ പണിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഓൺ സഖാവാണെന്നോ LDF ഏജന്റ് ആണെന്നോ കോൺഗ്രസോ ലീഗോ പറയുമോ എന്നതാണ് എന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞു വെക്കട്ടെ. കാരണം ലീഗും കോൺഗ്രസും പറയുന്ന നുണകൾ ഷാജി തന്നെ പൊളിക്കുമ്പോൾ കയ്യടി മുഴുവൻ പിണറായിക്കും പ്രതിപക്ഷത്തിനുമാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന, അതായത് PMAY, ആ പദ്ധതിയിൽ ബ്രാൻഡിംഗ് ലോഗോ പതിപ്പിക്കുന്നതിനെ LDF സർക്കാർ എതിർത്തെന്നത് വ്യക്തമാക്കുന്ന കത്തിന്റെ പകർപ്പ് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ പുറത്തു വരാൻ കാരണം ആരാണ്? നമ്മുടെ ഷാജിയേട്ടനാണ്. ഷാജിയുടെ പ്രതികരണമല്ലേ അത് പുറത്തു കൊണ്ടുവന്നത്. ലോഗോ പതിപ്പിക്കുന്നതിനെ എതിർത്ത് കഴിഞ്ഞ സർക്കാർ 2 തവണ കേന്ദ്രത്തിന് നൽകിയ കത്താണ് ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ലോഗോകൾ നിർബന്ധമാക്കുന്നത് ഗുണഭോക്താക്കളുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തിനെയും ബാധിക്കും എന്നതായിരുന്നു LDF സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് ആ കത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു കരുതൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആരും ആരുടെയും അടിമയല്ല എന്ന് പിണറായി വിജയൻ ആ കത്തിലൂടെ എന്തായാലും ആ ലോഗോ പതിപ്പിക്കാൻ വരുന്ന കേന്ദ്ര സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാർ സ്വന്തം ഭവന പദ്ധതിയിൽ പോലും ഇത്തരത്തിൽ ബ്രാൻഡിംഗ് നടത്തുന്നില്ലെന്നും കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതൊരു മോഡലാണ്. ഈ മോഡൽ നിങ്ങൾ കണ്ടുപഠിക്കുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി അവിടെ നടത്തുന്നുണ്ട്. ദാനം ലഭിച്ചു എന്ന തോന്നൽ ഉണ്ടാക്കുമെന്നും കത്തിൽ മുൻ സർക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതൊക്കെ ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ കാണുകയാണ്. ജനങ്ങൾ അതുകൊണ്ട് പ്രതിപക്ഷം ആയിരുന്ന സമയത്ത് UDF LDF സർക്കാരിനെതിരെ പറഞ്ഞത് മുഴുവൻ കല്ലുവെച്ച നുണകളായിരുന്നു എന്നും പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞ നുണകളായിരുന്നു എന്നും ഒക്കെ മനസ്സിലാക്കുകയാണ്. മാത്രമാണോ PM ശ്രീ അതിനെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്? അത് നടപ്പിലാക്കിയിട്ടില്ലെന്നും ആ വഴി പണം വാങ്ങിയിട്ടില്ലെന്നും തെളിവ് നിരത്തി പിണറായി വിജയനും മുൻ ധനമന്ത്രി KN ബാലഗോപാലും ഒക്കെ സഭയിലും പുറത്തുമൊക്കെ പറഞ്ഞില്ലേ? ആ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സതീശൻ അടക്കം നുണ പറഞ്ഞില്ലേ? അവർ ഒപ്പുവെച്ചത് കൊണ്ട് ഇനി ഇത് നടത്താതിരിക്കാൻ കഴിയില്ല, നമ്മൾ അതിന് നിർബന്ധിതരായി മാറിയിരിക്കുകയാണ്, LDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി എന്നൊക്കെ വരെ പറഞ്ഞു കളഞ്ഞു നമ്മുടെ സതീശൻ സാറ്. അല്ലെ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു സഭയിൽ. സെക്കൻഡ് കഴിഞ്ഞില്ല, നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പിണറായി സർക്കാർ പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയച്ച കത്തും പുറത്തു വന്നു. LDF സർക്കാർ PM ശ്രീ നടപ്പിലാക്കിയിട്ടില്ലെന്ന് കേന്ദ്രം പറഞ്ഞ കത്തും പിന്നാലെ പുറത്തു വന്നു. ഇപ്പോതാ പ്രതിപക്ഷം പറഞ്ഞതാണ് ശരിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സമ്മതിച്ചിരിക്കുന്നു. LDF സർക്കാർ PM ശ്രീ കരാറിൽ ഒപ്പിട്ടപ്പോൾ ലഭിച്ചത് PM ശ്രീ ഫണ്ടല്ലെന്ന് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോ അത് തന്നെയല്ലേ കൊച്ചുരാമ കുറച്ചു നാളായി LDF പറഞ്ഞുകൊണ്ടിരുന്നത്? 99 കോടി ലഭിച്ചത് SSK ഫണ്ടാണെന്ന് മന്ത്രി ഇപ്പൊ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ എന്തൊരവസ്ഥയാണ് ഈ സർക്കാരിൻ്റെതെന്ന് തോന്നിപ്പോയി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥനെ നിയമിക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. ശേഷാദ്രിനാഥന്റെ നിയമനം പുനഃപരിശോധിക്കണമെന്നും തീരുമാനം പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, ആലോചിച്ച് നോക്കണേ, KPCC ജനറൽ സെക്രട്ടറി പോലും പറയുകയാണ്, പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് തുറന്നടിക്കുകയാണ്. നമ്മൾ കണ്ടല്ലോ അത്. ശേഷാദ്രിനാഥ് തീവ്ര ഹിന്ദു വിശ്വാസിയാണെന്നും അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നുവെന്നും എന്താണ് പുലർത്തിയിരുന്നതെന്നും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പരിശോധിച്ച്, അതായത് Facebook ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിയാസ് പറയുമ്പോൾ, വോട്ട് ചോരി അടക്കം നടക്കുമെന്ന് നിയാസ് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ശേഷാദ്രിനാഥന്റെ നിയമനം മന്ത്രിസഭയിൽ ആലോചിച്ചിട്ട് എടുത്താണ് മോനെ എന്നാണ് KM ഷാജി ആവർത്തിക്കുന്നത്. കൂടാതെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്നുകൂടി അങ്ങ് പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞതോടുകൂടി തന്നെ സത്യത്തിൽ മന്ത്രിസഭയെ മൊത്തത്തിൽ വെട്ടിലാക്കി കളഞ്ഞിരിക്കുന്നു നമ്മുടെ ഷാജിയേട്ടൻ എന്നുള്ളതാണ്. എന്താ അല്ലെ, ഷാജിയേട്ടൻ മാസാണ് കേട്ടോ, ഷാജിയേട്ടൻ വേറെ ലെവലാണ് കേട്ടോ. എലിയെ കൊല്ലാൻ ഇല്ലം ചുടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ മൊത്തത്തിൽ ആകെ എല്ലാവരെയും ചുട്ടെടുക്കുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. നീയോ പെട്ടു, ഞങ്ങൾ എന്തിനാടാ നീ പേടിപ്പിക്കണേ എന്നായിരിക്കും മിക്കവാറും സതീശൻ അടക്കമുള്ള മന്ത്രിമാർ ഷാജിയെ നോക്കി പറയുന്നത്. രത്തൻ കേൽക്കറെ സെക്രട്ടറി ആക്കിയ സതീശനോട് ചോദിക്കാനാണ് നമ്മുടെ KM ഷാജി പറയുന്നത്.
RSS പരിപാടിയിലൊക്കെ പോയി പങ്കെടുത്ത്, ഗോൾവാക്കറുടേത് ജന്മശതാബ്ദി പരിപാടിയിലൊക്കെ പോയി പങ്കെടുത്ത്, ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിലുള്ള നിലവിളക്കിലൊക്കെ ഇതെങ്ങനെ തിരിയൊക്കെ കൊളുത്തി നടുകുണിച്ച് നിൽക്കുന്ന VD സതീശൻ നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലെ. ഈ നാട്ടിലെ പലരും പങ്കെടുക്കാൻ മടിക്കുന്ന പരിപാടിയും നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശൻ പോയി പങ്കെടുത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെതിരെ ഞങ്ങൾ ഒരു അക്ഷരം മിണ്ടില്ലപ്പ എന്ന നിലപാടാണ് നമ്മുടെ VD സതീശൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് സഭയിൽ നടത്തിയ നയപ്രഖ്യാപന വേളയിൽ പോലും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം പോലും വേണ്ടി നമ്മൾ കേട്ടില്ല. പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ VD സതീശൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പാചകവാതക വില വർധന വലിയ രീതിയിൽ തന്നെ പോവുകയാണ്. സതീശൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അക്ഷരം മിണ്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വെറുതെ എന്തിനാണ് നമ്മൾ അവരൊക്കെയായിട്ട് ഗുസ്തി പിടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ, സംഘപരിവാറിന്റെ നയങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാത്ത ഒരു കളിപ്പാവയായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്ന് നമുക്ക് നിഷ്കരണം പറയാൻ കഴിയും. കാരണം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പോലും പറയാതെ ഗവർണർ സർക്കാർ ഉദ്യോഗസ്ഥരുടെയൊക്കെ മീറ്റിംഗ് വിളിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു അല്ലേ. സത്യത്തിൽ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പോലും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോയി. കാരണം ആരാണ് സത്യത്തിൽ കേരളം ഭരിക്കുന്നത്, ഗവർണറോ അതോ VD സതീശനോ എന്ന് പോലും തോന്നുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല മോദി സർക്കാരിനെ ഒരു രീതിയിലും വിമർശിക്കാതെ, മോദി സർക്കാരിനെ പോയി കണ്ട്, മോദി സർക്കാരുമായി സംസാരിച്ച്, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് പോലും കൈകാര്യം ചെയ്യാത്ത VD സതീശൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പോയി കണ്ട്, അതിനുശേഷം നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പല സംഭവവികാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ED എത്തുന്നു, അന്വേഷണം നടത്തുന്നു, മൂഞ്ചി കുത്തി തിരിച്ചു പോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ആലോചിച്ച് നോക്കണേ, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നിട്ട് പോലും, മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടി ആയിരുന്നിട്ടും വിജയ്ക്ക് നമ്മുടെ അമിത്ഷായെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. പക്ഷെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാത്ത VD സതീശന് മുമ്പിൽ അമിത്ഷായുടെ വാതിൽ തുറന്നിട്ടു. എന്തൊരു കരുതലാണല്ലേ ആ മനുഷ്യന്. എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോ ഒരു മൂത്താശാരി ഉണ്ടല്ലോ, ഏത് നമ്മുടെ ദേശീയ അധ്യക്ഷനെ മല്ലികാർജുൻ ഖർഗെ, എന്തുകൊണ്ടാണ് ഖർഗെ സാറ് ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താത്തത് ഇപ്പൊ ഏറെക്കുറെയൊക്കെ പൊടി കിട്ടുന്നുണ്ട് കേട്ടാ. അതുപോലെ പല വിഷയങ്ങളിലുമുള്ള ഇവരുടെ നിലപാട് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. മുഖ്യമന്ത്രിയുടെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിൽ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ NDAയുടെ പിന്തുണയോടെ ആ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് NDAയുടെ പിന്തുണ നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴും നമ്മുടെ VD സതീശനും സംഘവും നിശബ്ദത പാലിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ മൊത്തത്തിൽ CJP എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ജനതാ പാർട്ടി എന്നായിരുന്നുവെന്നും ഇവർ ഇത്രയും നാളും LDFനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന സ്വന്തം കാര്യങ്ങളായിരുന്നുവെന്നും ഒക്കെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ പെട്ടുപോയല്ലോ എന്ന ആ ഒരു വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിയും LDF എന്ന് പറയുന്ന ആ മുന്നണിയും കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. മതനിരപേക്ഷത എന്ന് പറയുന്ന ആ അത് തകർന്നു പോകാതിരിക്കാൻ ഇങ്ങനെ മുറുക്കെ പിടിച്ച് ആ സർക്കാർ ജനങ്ങളെ സംരക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റി നമ്മളൊക്കെ ഇപ്പോൾ ആലോചിച്ചു പോകുന്നുണ്ടാകാം. പക്ഷേ എന്തായാലും പ്രതിപക്ഷം അതിശക്തമായി തന്നെ സഭയ്ക്കകത്തുണ്ട്. പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഇത്തരം കേന്ദ്ര സർക്കാർ വിധേയത്വത്തിനെതിരെ VD സതീശൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തുണ്ട്. അതാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ള ഏറെ ആശ്വാസം എന്ന് പറയുന്നത്. 5 വർഷത്തിന് ശേഷം എനിക്ക് ഒരേ ഒരു സംശയം മാത്രമേ ഉള്ളൂ. അത് വേറൊന്നുമല്ല, 5 വർഷത്തിന് ശേഷം ഇവിടെ കോൺഗ്രസ് ഉണ്ടാകുമോ എന്ന സംശയം മാത്രമേ ഉള്ളൂ. ഈ കണക്കിനാണ് പോക്കെങ്കിൽ കോൺഗ്രസിനെ അധികം വൈകാതെ BJPയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ന്യൂനപക്ഷങ്ങളുടെയും മതേതര വിശ്വാസികളുടെയും വോട്ട് വാങ്ങിച്ചാണ് കോൺഗ്രസ് അധികാരത്തിൽ വരാറുള്ളത് അല്ലെ. എന്നാൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിർണായകമായ പ്രതിസന്ധികൾ വരുമ്പോൾ BJPയെ ഭയന്ന് മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി നിലപാട് എടുക്കുകയോ ഒക്കെ അവർ ചെയ്യുകയാണ്. BJPയെ നേരിടാൻ കോൺഗ്രസിന് ആത്മാർത്ഥതയോ നട്ടല്ലോ ഇല്ലെന്നും അവരുടെ BJP വിരുദ്ധത കേവലം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും ഒക്കെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് എത്രയോ സത്യമാണെന്ന് ഇപ്പോൾ തോന്നിപ്പോവുകയാണ്. KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളൊക്കെ അറിയാമല്ലോ, രാജ്യസഭാ സീറ്റൊക്കെ രാജിവെച്ച് BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്ത വ്യക്തികളാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയും മുടുക്കനാണ്. രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണി ഇത്ര തകർത്ത് തരിപ്പണമാക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറ്റൊരു ഐശ്വര്യം. അപ്പൊ എന്തോ ആകട്ടെ, സത്യത്തിൽ ഈ കണക്കിനാണ് പോക്കെങ്കിൽ അധികം വൈകാതെ കേട്ടോ തീരുമാനമായിക്കോളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.